ഡിഗ്രി ഫസ്റ്റ് ഇയർ ഡിഗ്രി ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയർ ആണ് അതായത് 2000-ലാണ് 2000-ലാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതിൽ 40 പേരിൽ ഭാഗ്യത്തിന് 2 പേർക്ക് രണ്ടുപേർക്ക് ഡയലോഗ് ഉള്ളൂ. അന്ന് മറ്റേ തിരിഞ്ഞ് നോക്കണ ഷോട്ട് കിട്ടിയവരെ അന്ന് വൈകുന്നേരം നിന്റെ ചെലവാണ് കേട്ടോ ആ രീതിയില് ക്ലോസിനൊക്കെ വേണ്ടി ഓടി നിൽക്കുകയാണ് നമ്മളല്ലേ. ആ മൂവിയിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു? അത് ശരിക്കും ഈ പറഞ്ഞ പോലെ പണ്ട് നമുക്ക് എങ്ങനെയായിരിക്കും വെച്ചാൽ പത്രത്തില് അല്ലെങ്കിൽ മാഗസിൻസിൽ പരസ്യം വരും. ഇന്നത്തെ ഓഡിഷൻ കോൾ സെയിം ഓഡിഷൻ കോൾ തന്നെയാണ്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞാൽ കൂടുതൽ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അതെങ്ങനെയാന്ന് വെച്ചാൽ ആ ഫോട്ടോ എഴുതി ഇന്റന്റിലാക്കി അയച്ചു കൊടുക്കണം. എന്നിട്ട് ഈ ഫോട്ടോ കണ്ടിട്ട് അവര് തീരുമാനിക്കണം. ഞാൻ അതിനു മുമ്പ് തന്നെ നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ഷോസ് കോളേജിലല്ലേ പഠിക്കുന്നത്. അപ്പൊ കോളേജിൽ നിന്ന് മറ്റേ ടോക്ക് ഷോസ് ഇതിനൊക്കെ പോവും. അതായത് ഗസ്റ്റ് ആയിട്ട് പോവും. മറ്റേ പാനലിൽ ഇരിക്കാനും ഇരിക്കാനും. അപ്പൊ ഇതിന്റെയൊക്കെ കട്ടിംഗ് ഒക്കെ വെച്ച് ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ ആലപ്പുഴ റെയ്ബനിൽ വെച്ചിട്ട് ഓഡിഷൻ ചെയ്ത് തന്നെയാണ്. പ്രോപ്പർ ഓഡിഷനിൽ കയറിയതാണ്. അങ്ങനെയാണ് 40 പേരിൽ. ആ ഒരു ടൈമിലായിരുന്നു 40 പേരുണ്ട്, ഇതിൽ 2 പേരാണെന്ന് അറിഞ്ഞോ? ഇത് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇതിലും കൂടുതലുണ്ടെന്നാ. ആ മാത്രല്ല എനിക്കെപ്പോഴും തടിയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അങ്ങനെ ഭയങ്കര മെലിഞ്ഞ ഒരാളായിരുന്നില്ല. ഒരിക്കലും വെട്ടത്തിൽ കണ്ട ആ രീതിയിലുള്ളതല്ല. ആ സമയം പിന്നെ സിനിമ എന്ന് പറഞ്ഞൊരു രീതിയിലോട്ട് ഇറങ്ങിയാണ്. അപ്പൊ എന്നെ ഈ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമെന്ന് ഈ അസോസിയേറ്റ് ഡയറക്ടേഴ്സും അത് ബീച്ചേട്ടൻ ഷാജിക്ക എന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് അങ്ങോട്ട് നടക്കുന്ന സമയം അപ്പൊ എല്ലാവരും ലോബിയിലുണ്ട്. ഈ ഓഡിഷൻ ഒന്നും എല്ലാവരും ലോബിയിൽ നിന്ന് പോയിട്ടില്ല, അവിടെ നിന്ന് കണ്ടോണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു അപ്പൊ എല്ലായിടത്തും നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്നിട്ട് താഴെ വന്നിട്ടാണ് അവര് വിളിച്ചിട്ട് പോയി പറഞ്ഞ നിങ്ങൾ 2 പേര് വരും എന്ന് പറഞ്ഞ് എന്നെയും അന്ന് രാകേഷ് എന്ന് പറഞ്ഞ വേറൊരു ആളുണ്ട്. അപ്പൊ നമ്മളെ 2 പേരെയും കൊണ്ടുപോയിട്ട് ഫുള്ള് ഇത് ചെയ്ത് എന്നിട്ട് കോസ്റ്റ്യൂം ഇടിച്ചു. എന്നിട്ടാണ് ഫാസിൽ സാറിനെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത്. അപ്പൊ ഫാസിൽ സാർ കോസ്റ്റ്യൂം കണ്ടിട്ട് ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ആഗ്രഹിച്ച നടന്റെ ഒപ്പം തന്നെയാണ് പിന്നെ ഫസ്റ്റ് എൻട്രി. അത് ഒരു ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് അല്ലേ. ഞാനിപ്പോ എനിക്ക് ഇപ്പോഴും എനിക്ക് ലാലേട്ടന്റെ ഒരു കോള് കിട്ടിയാലോ ഒരു മെസ്സേജ് കിട്ടിയാലോ ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്.